പുതിയ ജാതി പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 5 സാധനങ്ങൾ ചേർത്ത് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവിച്ച് അത് ചേരുംപടി ചേർത്ത് ഉണ്ടാക്കും. അപ്പോൾ അതിൽ മുതിര, ഉഴുന്ന്, ചെറുപയർ, മമ്പയർ, പരിപ്പ് ഈ വക എല്ലാം ചേർത്ത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് ഇനി വേവിച്ചാൻ പോകുന്നത്. സാധനങ്ങൾ പിന്നെ ഈ പത്തിരി ഉണ്ടാക്കിയതിൽ പൊതിഞ്ഞിട്ടാണ് ഒരുക്കുന്നത്. അതിന് പത്തിരി ഉണ്ടാക്കാനുള്ള പൊടികളാണ് ഈ എടുത്തിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പൊറാട്ടപ്പൊടി, ഒരു ഗ്ലാസ് കടലപ്പൊടി, 2 ഗ്ലാസ് മൈദപ്പൊടി ഇതെടുത്ത് ഇതഞ്ഞിപ്പോൾ കുഴക്കാൻ പോവുകയാണ്. കുഴച്ച് ലെവൽ ചെയ്യാൻ പോവുകയാണ്. വേണ്ടി അതിൻ്റെ കറി മസാലകളും മറ്റും മറിച്ചുമൊക്കെ ചേർത്തിട്ട് ഇതിൽ ഉള്ളി, ബംഗാളുള്ളി, ഇഞ്ചി, മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് സമ്മിശ്രമാക്കിക്കണം. ഇനി ഇത് ആ പൊരിക്കുന്ന പയറുവർഗ്ഗങ്ങളോട് കൂടെ ഇതും കൂടി കൂട്ടി അതിൽ പത്തിരി പരത്തി അതിൽ വെച്ച് അതിൽ കൂട്ടി അതിനെ പൊരിച്ച് പുറത്തെടുക്കും. ഇൻഷാ അല്ലാഹ് ഇതുമൊക്കെ ചേർത്ത് ഇതിഞ്ഞ് ആ പത്തിരിക്ക് പരത്തിയ അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊരിക്കാനാണ്. എന്താ ഇതിൽ നറുക്കണ്. ഇനി ഇത് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് കൂട്ടും. കൂട്ടും ഇതാ കൂട്ടി. ഇനി അതങ്ങനെ കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ വെക്കും. ഇതിങ്ങനെ നേരെ ഇതിൽ തന്നെ പിന്നെ അടു പൊരിക്കും. ഇതാ ഇങ്ങനെ പൊരിക്കുകയാണ്. കടി ക്ലിയറായി വല്ലാതെ പൊരിഞ്ഞിക്കണ്. അതിൻ്റെ കൂട്ടിൻ്റെ ഗുണങ്ങളാണ് ഇങ്ങനെ ഇത് ആയിക്കിട്ടാൻ. എന്നാൽ എന്നെ എൻ്റെ ഭാര്യയും എൻ്റെ മരുമക്കളും ഒക്കെ നന്നായി സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ പയറുവർഗ്ഗങ്ങൾ എല്ലാം കൂടി കൂട്ടി കുഴച്ചത്. രണ്ടാമത് പപ്പടം നടുമുറിച്ചിട്ട് അതിലാണ് ഈ ഇത് പൊരിച്ചത്. ഇതാ പയറുവർഗ്ഗങ്ങൾ ഇത് പപ്പടം നടുമുറിച്ച് കാണ്ട് അതുകൊണ്ട് ഒട്ടിച്ച് കാണ്ട് അതിലാണ് ഇപ്പോൾ ഇത് ലെവൽ ചെയ്യുന്നത്. പപ്പടത്തിൽ ചുരുട്ടിയിട്ട് ഇതാ പൊരിച്ചിരിക്കണം. അതും കൂടി കാണാം.